ഗായ്സ്, ഇന്ന് ഓസ്ട്രേലിയയിൽ മത്തങ്ങ വിളവെടുക്കുകയാണ് എൻ്റെ ഭാര്യ. നല്ല വലിയ മത്തനാണ്. ഇത് ഒരു ടൈപ്പ്, വേറെ ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇത് വളഞ്ഞതാണോ? ആ, അത് കറക്കാൻ മതി. ഓക്കെ, ഈ മറ്റേ ടൈപ്പ് എന്ത് വേറൊരു ടൈപ്പ് സാധനങ്ങളുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഇവിടെ പറിച്ച് വെച്ചേക്കും. ഇത് വേറെ ഒരു മത്തൻ, ഇത് വേറെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കാടായിപ്പോയി. ഒന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കാടായി. അതിങ്ങനെ എടുക്കത് വലുതാണോ അത്? ഓ മൈ ഗോഡ്, പന്നലല്ലത്. കയറാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അത് ചെറുതാ. ഇത് വേറെ കളർ ഡിഫറൻസ് ആണ്. അത് വേറെ ടൈപ്പാണ്. തണ്ണിമത്തനുണ്ട് കഴിച്ചു ഇവിടെ. തണ്ണിമത്തൻ പിടിച്ചിട്ടുണ്ട്. നീ ഇതിന്റെ ഇടയിൽ കാണും. അതെല്ലാം ചെറുതാ. മൈ ഗോഡ്, മൈ ഗോഡ്. ഇതിന്റെ ഇടയിലോട്ടൊക്കെ പോകാനായിട്ട് പേടിയാവും. ഇവരെല്ലാം മൈ ഗോഡ്, ഇതെന്തത്? ഇതാണ് നീളൻ തണ്ണിമത്തൻ. പാവക്കെ അമ്മ, ഇത് കണ്ടാ മതി. ഇത് പഴുത്തം തോന്നുന്നു. മുറിച്ച് നോക്കാം. അയ്യോ, തണ്ണിമത്തൻ പടവലങ്ങയുടെ അത്ര ഉള്ള ഒരു തണ്ണിമത്തൻ. ഇതേ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. ആ, ഇനിയിപ്പോ കളിച്ചു വരുന്നതേ ഉള്ളൂ. വരുമ്പോ കാണിക്കാം ഗൈസ്. എല്ലാം നമ്മുടെ ഗൈസ് ആണ് കേട്ടോ. കറിവേപ്പില വലുതായി വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് പോകും മിക്കവാറും. നമുക്ക് ഇന്ന് കിട്ടിയ പച്ചക്കറികളാണ്. നമ്മൾ തണ്ണിമത്തൻ, പാവയ്ക്ക, കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ ഇതെല്ലാം വിത്തിന. ഇനി കുറെ ഫ്രീസറിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഫ്രീസർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് അതിനകത്തേക്ക് കയറ്റാണ്ടെല്ലാം വെട്ടി അരിഞ്ഞ്. തണ്ണിമത്തൻ ഫ്രീസ് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ഈ തണ്ണിമത്തൻ മുറിച്ച് നോക്കാൻ പോകുന്നു. എന്തുവാന്ന് അറിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓ, കറക്റ്റ് പരുവല്ല. കുറച്ചുകൂടെ ചുമക്കണമായിരുന്നു. അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഓക്കെയാണ്. ഒരു റൗണ്ട് മുറിച്ച് നോക്കി, ഒരു റൗണ്ട് മുറിച്ച്, ചെറിയ റൗണ്ട്. അങ്ങനെ. ആ,